ഹലോ. ഇന്ന് ഞാൻ സ്കൂളും മദ്രസയൊക്കെ വിട്ടു വന്നപ്പോൾ ശരി ഒരു നൈറ്റ് ഡ്രൈവ് പോകാമെന്ന് പ്ലാൻ ചെയ്തു. ലിയോനെ എടുക്കണോ വേണ്ടയോ എന്ന് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നു. പിന്നെ ലിയോനെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ പോകാൻ റെഡിയായി. ലിയോ ആണെങ്കിൽ ഇത് പമ്മി നിൽക്കുകയാണ്. എൻ്റെ അത്താൻ്റെ വണ്ടിയിലാണ് ഞങ്ങൾ പോകുന്നത്, പിക്കപ്പിൽ. എന്നും ഞങ്ങൾ ഫ്രണ്ടിലേ ഇരിക്കുക. ഇന്ന് മഴയുമില്ല, ലിയോവും ഉണ്ട്. അതാണ് ഞങ്ങൾ ബാക്കിലായിരുന്നു ഇരുന്നത്. ലിയോ ആണെങ്കിൽ പേടിച്ചിട്ടാണോ ആസ്വദിക്കാനാണെന്ന് അറിയില്ല, വണ്ടി സ്റ്റാർട്ട് ചെയ്തതും ഫ്രണ്ടിലത്തെ കമ്പിയിൽ കയറി നിന്നു. ഈ പരിങ്ങൾ അടുത്ത ചാട്ടത്തിനുള്ളതാണ്. ഈ ചാട്ടത്തിരി കൂടിപ്പോയി. അതിൻ്റെ ഇടയിൽ ഞാൻ ഒരൊറ്റ വീഴ്ച. ഏറ്റവും മോളിൽ കയറിപ്പോയി. അവനെ പിടിച്ചാലേ കിട്ടുന്നില്ല. പിന്നെ ഞാൻ അവനെ എടുത്തിട്ടൊരു മൂലയിൽ വന്നിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. ഞാൻ, ലിയോ, ഐഷു, അമ്മ, ലാല, പിന്നെ അത്ത ഡ്രൈവർ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മമ്മേൻ്റെ വീട് എത്താറായി. ബാക്ക് സൈഡിലിരിക്കണതുകൊണ്ട് തന്നെ നല്ല കുലുക്കം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ലിയോനെ ഇറുക്കനെ പിടിച്ചിരുന്നു. ശരിക്കും എനിക്ക് ബാക്ക് സൈഡിൽ നിൽക്കാനാണ് ഇഷ്ടം, കാരണം എന്നാലേ ആ ഒരു വൈബ് ആസ്വദിക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോൾ ലിയോ ഉള്ളതുകൊണ്ട് എനിക്കത് മിസ്സായിപ്പോയി. പിന്നെ ഞങ്ങൾ കുറേ സംസാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പോഴേക്കും അവിടെ എത്താനായി. അങ്ങനെ വേണ്ടി തിരിച്ച് നിർത്താമെന്ന് പറഞ്ഞിട്ട് കുറച്ച് ദൂരെ പോയത് തിരിച്ച് നിൽക്കാൻ പോയി. അപ്പോഴേക്ക് ലിയോ പേടിച്ചിട്ട് തന്നെ ഇറുക്കനെ പിടിച്ചിരുന്നു. അപ്പം ഞാൻ അവനെ തിരിച്ച് ഇറുക്കനെ പിടിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്മമ്മേൻ്റെ വീടെത്തി. അവിടെ പോയത് അവൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള മീൻ വറുത്തതുണ്ടായിരുന്നു. പക്ഷേ അവന് വേണ്ട. അവൻ വണ്ടി വന്ന പേടിയിലായതുകൊണ്ട് അവനത് കഴിക്കാൻ തോന്നിയില്ല. ഞങ്ങൾ എന്നിട്ടും നിർബന്ധിച്ചു, എന്നിട്ടും കഴിച്ചില്ല. പിന്നെ കുറച്ച് പിച്ചൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അത് കഴിച്ചു. പിന്നെ വീണ്ടും അങ്ങനെ കട്ടിലിൻ്റെ അടിയിൽ പോയി കുറേ നേരം ഇങ്ങനെ കളിച്ചു. അങ്ങനെ അടുത്തത് പല്ലിനെ കിട്ടി. പല്ലിനെ കിട്ടിയാൽ വെറുതെ വിടാത്തവൻ ഇന്നും പല്ലിനെ വെറുതെ വിട്ടു. വണ്ടിയിൽ നിന്ന് വന്ന അമ്പരപ്പ് ഇനിയും മാറിയിട്ടില്ല തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് എൻ്റെ വീട്ടിലേക്ക് പോയി. നൈറ്റ് ഡ്രൈവ് അടിപൊളിയായിരുന്നു. എല്ലാവരും കൂടി നല്ല തണുത്ത കാറ്റും എല്ലാം കൊണ്ട് നല്ലോണം എൻജോയ് ചെയ്തു. ഞാനും ഐഷുവും ലിയോവും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.